സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഉസ്താദും അവരുമായിട്ടുള്ള ബന്ധം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഏകദേശം 4-5 വർഷത്തോളമായി മുഹമ്മദ് രാമന്തലിയും ഉസ്താദുമായിട്ടുള്ള ബന്ധം, 5-6 വർഷമായി ഞാൻ ഉസ്താദുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധങ്ങളെല്ലാം ഉസ്താദിന് ഇപ്പോൾ അന്യമാണെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു ഉസ്താദിന്റെ പിന്നീട് ഈ 2 വ്യക്തികൾ വന്നതിന് ശേഷമുള്ള ഞങ്ങളുമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിലൂടെ ഞങ്ങൾക്ക് കാണാനിടയായത്. ഇങ്ങനെ ഒരു ദിവസം ഞങ്ങള് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങള് വിളയിൽ പറഞ്ഞ എടവണ്ണപ്പാറക്കടുത്ത വിളയിൽ എന്നുള്ള സ്ഥലത്ത് ഒരു ടീമുമായിട്ട് ഞങ്ങളൊരു വണ്ടിയിൽ പോകുമ്പോൾ അവിടെ വെച്ച് എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും അത് ആ സംഭവം മറക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ എത്രയോ വിഷമിച്ചിട്ടുണ്ട്. ആ ഒരു സന്ദർഭം മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ട് വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഈ 2 വ്യക്തികൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു വ്യക്തി ഒരു സിദ്ദീഖ് സുഹരിയും അതേപോലെ അബ്ദുൽ അസീസ് മഹ്ലരിയുമായിരുന്നു ഈ 2 വ്യക്തികൾ. ഇതിലുള്ള ഒരാളായിരുന്നു അന്ന് ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ മഹ്ലരിയായിരുന്നു ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് ഉസ്താദ് എവിടേക്ക് പോകുമ്പോഴും ഞാനായിരുന്നു ഉസ്താദിന്റെ ഒരു നിഴലായിട്ട് ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞൊരു വാക്ക്, ഉസ്താദ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ഞാൻ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ നീ അവിടെ നിൽക്ക്, മഹ്ലരി എന്റെ കൂടെ വന്നാൽ മതി എന്നുള്ള ഒരു കൽപ്പനയും അല്ലെങ്കിൽ ഒരു ശാസനയുമാണ് എനിക്ക് കേൾക്കാനിടയായത്. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. കാരണം ഇപ്പോ ഈ മഹ്ലരിയും ഇവരെല്ലാം വന്നതുകൂടി നമ്മൾ അന്യമായല്ലോ എന്നാണ് എനിക്ക് തോന്നിയത്. അന്ന് ഞാൻ സത്യത്തില് നല്ല ഒരു അറ്റാക്ക് തന്നെ അല്ലെങ്കിൽ ഒരു നല്ല വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷെ മുഹമ്മദ് രാമന്തലി എന്നുള്ള ആ മാന്യദേഹം, ആ വ്യക്തി എന്റെ കൂടെ ഉള്ളത് കൊണ്ട് പരമാവധി ഞാൻ ക്ഷമിക്കുകയും പിന്നെ അദ്ദേഹം എന്നെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ഉടനെ ഉസ്താദിന്റെ അന്ന് പള്ളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ കണ്ടുമുട്ടുമ്പോഴും ഉസ്താദ് നമ്മോട് യാതൊരു മൈൻഡും ചെയ്യുന്നില്ല. കാരണം എന്താണ് ഇതിലുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള രഹസ്യം എന്താണെന്ന് നമുക്ക് അറിയുന്ന പോലുമില്ല. എന്നിട്ട് അവിടുന്ന് ഉസ്താദ് ഈ മഹ്ലരിയും കൂട്ടി വേറൊരു വണ്ടിയിൽ അവിടുന്ന് കടന്നു കളഞ്ഞു. അപ്പൊ സത്യത്തില് ഈ 5 അല്ലെങ്കിൽ 6 വർഷമായി കൂടെ ഉണ്ടായിരുന്ന എന്നെ ഉസ്താദ് തള്ളുകയും ഈ 3 ആഴ്ചയായി വന്ന ഈ മഹ്ലരിയെ കൂടെ കൂട്ടുകയും ചെയ്തത് വളരെ എനിക്ക് ആഘാതം സൃഷ്ടിക്കുകയുണ്ടായത്. വളരെ വിഷമിച്ചിട്ടുണ്ട് ഞാൻ. പലപ്പോഴും ഇത് ഞാൻ ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 2 വ്യക്തികൾ വന്നതിന് ശേഷം നമ്മൾ അന്യമായല്ലോ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഇതിനു ശേഷം ഉസ്താദ് കടന്നു കളഞ്ഞു. പിറ്റേ ദിവസം SKSSFന്റെ പല പ്രവർത്തകന്മാർക്കും, കാരണം ഉസ്താദിനു വേണ്ടിയായിരുന്നു കോഴിക്കോട് മുതലക്കുളത്ത് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അങ്ങനെ ഈ പരിപാടിയിൽ ഉസ്താദ് അവിടുന്ന് കടന്നു കളഞ്ഞപ്പോഴും പിറ്റേന്നും SKSSFന്റെ പ്രവർത്തകന്മാർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ പരിപാടിയിൽ എത്തും, അല്ലെങ്കിൽ ഞാൻ മഗ്‌രിബിനെത്തും, അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പരിപാടിയിലേക്ക് വരുമെന്നൊക്കെ. ആ ഒരൊറ്റ ഒരു ഉസ്താദിന്റെ ആ വാക്ക് കൊണ്ടും അല്ലെങ്കിൽ ഉസ്താദിനെ നമ്മൾ വിശ്വസിച്ചു പോയിട്ടുണ്ട്. ഉസ്താദിനെ ഇക്കാലം വരെ ഞാൻ എത്രത്തോളം എന്ന് വെച്ചാൽ എന്റെ സ്വന്തം ശരീരത്തിലേറെ ഞാൻ ഉസ്താദിനെ സ്നേഹിച്ചിട്ടുണ്ട്. കാരണം ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കരുതിയ ഒരു സംഭവമുണ്ട്, അല്ലാ നീ എന്നെ എന്തും ചെയ്തോ, പക്ഷെ എന്റെ ഉസ്താദിനൊരു പോറൽ പോലും ഏൽക്കല്ലേ എന്ന്. അത് പലപ്പോഴും ഞാൻ ഈ ഒരു സന്ദർഭം ആലോചിച്ച് കരഞ്ഞിട്ട് പോലുമുണ്ട്. കാരണം ഞാൻ എന്റെ സ്വന്തം ശരീരത്തേക്കാൾ ഞാൻ ഉസ്താദിനെ സ്നേഹിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം. കാരണം ഉസ്താദിനെ അതിനു മാത്രം ഞാൻ സ്നേഹിച്ചു പോയി എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഉസ്താദാണ് എന്നെ ഒഴിവാക്കിയതും. കാരണം ഈ ഉസ്താദ് പറഞ്ഞത് ഞാൻ അത്രത്തോളം ഉസ്താദിനെ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഉസ്താദ് കോഴിക്കോട് മുതലക്കുളത്ത് ആ സ്റ്റേജിൽ കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ ഉള്ള സ്റ്റേജിലേക്ക് ഞാൻ കയറിയത്. അല്ലാതെ ഒരിക്കലും എന്റെ സ്വന്തം ഒരു നിലപാട് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിലേക്ക് വലിച്ചേക്കപ്പെട്ടത് ഉസ്താദിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഞാൻ ഈ ദർസിലായിട്ട് ഇങ്ങനെ കൂടുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സന്ദർഭമോ ഒരാളും എന്നെ അറിയുകയില്ല. എനിക്കെന്റെ പഠനവും മറ്റും നോക്കി ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി, അതെന്റെ ഭാവിക്കും നല്ലതാണ്. ഇത് ഇങ്ങനെ ഒന്ന് വലിച്ചേക്കപ്പെട്ടപ്പോ എനിക്കും ഇത് വളരെ സങ്കടമുണ്ട്. കാരണം ഞാൻ എന്തിനാണ് ഇതിൽ വെറുതെ ഒരു ചാവേറാവുന്നത് അല്ലെങ്കിൽ ഒരു പ്രതിയാവുന്നത് എന്നെല്ലാം ഞാൻ ഓർത്തിട്ടുണ്ട്. ഇങ്ങനെ ഉസ്താദാണ് സത്യത്തിൽ എന്നെ പ്രതി ചേർക്കുന്നതും. കാരണം ഉസ്താദിന്റെ കൂടെ നടന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണല്ലോ ഇതിലെല്ലാം എന്നെ വലിച്ചേക്കപ്പെടാനുള്ള ഒരു കാരണമുണ്ടായത്. കാരണം ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിലുള്ള സന്ദർഭങ്ങളും മറ്റും. കാരണം പിറ്റേ ദിവസവും ഉസ്താദ് പറഞ്ഞു, കോട്ടക്കലിലെ സ്റ്റേജ് മേലും ഞാൻ കയറുമെന്ന് പറഞ്ഞപ്പോ പിന്നെയും അതിന്റെ തലേന്ന് സംഭവിച്ചതുപോലെ തന്നെയായിരുന്നു അന്നും സംഭവിച്ചത്. ഇങ്ങനെയായിരുന്നു ഇതിന്റെ എല്ലാം സംഭവങ്ങൾ. യഥാർത്ഥത്തിൽ മുഹമ്മദ് രാമന്തളിയും അതേപോലെ ജിഷാൻ മാഹിയും ഉസ്താദിനെ ഈ ഒരു സംഭവത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നു എന്നാണ് നമുക്ക് കേൾക്കാനിടയായത്. ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഈ ജിഷാൻ ചിലപ്പോൾ ഇതെല്ലാം അറിയുന്നുണ്ടോ അല്ലേ അത് അവനോട് തന്നെ ചോദിക്കണം.
പക്ഷേ യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് രാമന്തളിയെയും മറ്റുള്ള ആളുകളെയും ഉസ്താദാണ് സത്യത്തിൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ ഇവരെല്ലാം ഉസ്താദിനെ പിടിച്ചു കൊണ്ടുവന്നതല്ല. ഈ ഉസ്താദ് തന്നെ സ്വന്തം പ്രേരണയാൽ, അല്ലെങ്കിൽ ഉസ്താദിന്റെ സ്വന്തം ആഗ്രഹത്താൽ, അല്ലെങ്കിൽ ഉസ്താദ് സ്വന്തം ചിന്തിച്ചുണ്ടാക്കിയ ഒരു സെറ്റപ്പിലേക്ക് ഉസ്താദ് തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. അല്ലാതെ മറ്റുള്ളവര് പറഞ്ഞതനുസരിച്ച് നടന്നിട്ടല്ല ഉസ്താദിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് കോഴിക്കോട് പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നല്ലാതെ ഇവരെ ഈ ആളുകളെ പല ന്യായങ്ങളും പറഞ്ഞ് ഉസ്താദ് പലപ്പോഴും ഈ ഒരു സന്ദർഭത്തിൽ വഞ്ചിക്കുകയായിരുന്നു സത്യത്തിൽ ഉസ്താദിന്റെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ പരിപാടിക്കുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സമസ്തയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ കേൾക്കാനിടയായി പല ഓഫറുകളും SKSF പ്രവർത്തകന്മാര്, സമസ്തന്റെ ആളുകൾ ഉസ്താദിന് നൽകിയിട്ടുണ്ടെന്ന്. ഒരിക്കലും പച്ചക്കള്ളമാണ്. കാരണം നമുക്കറിയാം, ഉസ്താദിന്റെ കടങ്ങൾ തന്നെ ഇപ്പോഴവിടെ പെൻഡിങ്ങിലായിട്ട് കിടക്കുകയാണ്. അല്ലാതെ SKSF നടത്തിയ ചർച്ചകളിൽ ഉസ്താദിന് സത്യപാത മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ഒരിക്കലും ഒരു ഓഫറുകളോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളോ ഉസ്താദിന് ലഭിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട SSF കൂട്ടുകാരോട്, എന്റെ ഉസ്താദിന് താല്പര്യമില്ലാതെ SKSF നിർബന്ധത്തിന് വഴങ്ങും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ലാതെ ഉസ്താദിന്റെ സ്വന്തം ഒരു മനസ്സിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ ഉസ്താദിന്റെ മനസ്സിൽ നിന്ന് ഉദിച്ച ഒരു സംഭവങ്ങളാണ് ഉസ്താദ് നടത്തിയതും ഈ കാട്ടിക്കൂട്ടിയതും എല്ലാം. അല്ലാതെ ഇത് അങ്ങനെയാണെങ്കിൽ ഇത്ര കാലം ഉസ്താദ് പ്രസംഗിച്ച്, ഉസ്താദ് മുഖാമുഖങ്ങൾ നടത്തി, സംവാദങ്ങൾ നടത്തി, ജനങ്ങൾ ഉത്ബുദ്ധരാക്കിയ ഈ ആദർശങ്ങളെല്ലാം എവിടെയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലാതെ ഉസ്താദിനെ മറ്റുള്ളവര് പലതും കാണിച്ച്, അല്ലെങ്കിൽ പലതും ഓഫറുകൾ ചെയ്ത്, പല പ്രലോഭനങ്ങളിലും ഏർപ്പെട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലേക്ക് ഉസ്താദിനെ കൊണ്ടുവന്നതല്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യവും. ഈ കാര്യങ്ങളെല്ലാം എന്റെ മാന്യ സുഹൃത്തുക്കള്, SSF അല്ലെങ്കിൽ SOS അല്ലെങ്കിൽ ആദർശത്തെ സ്നേഹിക്കുന്ന ഉത്ബുദ്ധരായ എന്റെ ജനങ്ങള്, ഈ വിഷയങ്ങളെല്ലാം ഒരു നിഷ്പക്ഷമതിയായിട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ തന്നെ ഈ ഇതിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇനി അതല്ല, ഈ ക്ലിപ്പുകളും അല്ലെങ്കിൽ ഉസ്താദ് ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും, ഉസ്താദ് ആദ്യം പറഞ്ഞതിലുള്ള ക്ലിപ്പുകളെല്ലാം നമുക്കറിയാം വളരെ യാഥാർത്ഥ്യങ്ങളാണ്. കാരണം കഴിഞ്ഞ മാതൃഭൂമിയിലുള്ളതും അതേപോലെ പൊന്മുള ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും ക്ലിപ്പുകളെല്ലാം ചേർത്തിട്ടുള്ള ഒരു CD ഉസ്താദ് ഇറക്കിയത്. അങ്ങനെ ഇവയെല്ലാം കണ്ട് നിങ്ങൾ നല്ല ഒരു നിയ്യത്തില്, നല്ലൊരു ഖസ്ദില് നിങ്ങൾ ഇവയെല്ലാം വിലയിരുത്തണമെന്ന് മാത്രം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാഥൻ സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിൽ തന്നെ ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.